ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. പ്രതിയെ SIT രാവിലെ റാന്നി കോടതിയിൽ ഹാജരാക്കും. രണ്ടാമത്തെ കേസിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് സൂചന. ഇതിന്റെ വിവരങ്ങളുമായി CK അഭിലാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിലാൽ, ഗുഡ് മോർണിംഗ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ പുനരന്വേഷണത്തിലേക്കൊക്കെ കടക്കുന്നു. SIT നിർണായകമായ പല ഘട്ടങ്ങളിലേക്കും കടന്നു പോകുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മോത്തി, ഗുഡ് മോർണിംഗ്. ശബരിമലയുമായി ബന്ധപ്പെട്ട 2 കേസുകളാണ് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് ശബരിമല ശ്രീകോവിലിൻ്റെ കട്ടളയുമായി ബന്ധപ്പെട്ട കേസും രണ്ടാമത്തേത് ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട കേസുമാണ്. ഇതിൽ ആദ്യത്തെ കേസിൽ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലെ തെളിവെടുപ്പ്, വിശദമായ ചോദ്യം ചെയ്യൽ എന്നിവ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് 14 ദിവസത്തെ കസ്റ്റഡി അപേക്ഷിക്കുകയും അത് കോടതി അനുവദിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. പ്രതീക്ഷിക്കപ്പെടുന്നത് രണ്ടാമത്തെ കേസിൽ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് കാണിച്ചുകൊണ്ട് ഹൈദരാബാദിൽ, ഇനി അവശേഷിക്കുന്ന ഹൈദരാബാദിൽ കൂടി എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ള കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തി കൂടുതൽ ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിക്കാനുള്ള ഒരു സാധ്യതയാണ് കണക്കാക്കപ്പെടുന്നത്. അതേസമയം തന്നെ ഇതിനെ പ്രതിഭാഗം എതിർക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. കാരണം 14 ദിവസം എന്നുള്ളത് ഒറ്റയടിക്ക് അനുവദിക്കുക അസാധാരണമായ സംഭവമാണ്. ഈ സമയത്ത് 3 ഇടങ്ങളിൽ, ഇതര സംസ്ഥാനങ്ങളിലെ 3 ഇടങ്ങളിൽ കൂടി തെളിവെടുപ്പ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് 14 ദിവസത്തേക്ക് അപേക്ഷിക്കുകയും കോടതി അത് അനുവദിക്കുകയും ചെയ്തിട്ടുള്ളത്. ബോധപൂർവം ഹൈദരാബാദിലെ തെളിവെടുപ്പ് മാറ്റിവെക്കുകയും വീണ്ടും അറസ്റ്റ് രണ്ടാമത്തേത് പ്രത്യേകമായി കാണിച്ചുകൊണ്ട് കൂടുതൽ ദിവസം പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ബോധപൂർവമായ നീക്കം SIT നടത്തുന്നുണ്ട് എന്നുകൂടി പ്രതിഭാഗം കോടതിയിൽ ചൂണ്ടിക്കാണിക്കും. മറ്റൊന്ന്, പ്രതിക്ക് വേണ്ടി ഇന്ന് അഭിഭാഷകൻ ജാമ്യ ഹർജി നൽകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കോടതി ആരംഭിക്കുന്നതിന് 11 മണിക്ക് മുൻപായി തന്നെ SIT പ്രതിയെ റാന്നി കോടതിയിൽ ഹാജരാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ മാസം 6-ാം തീയതിയാണ് സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചുകൊണ്ട് ഹൈക്കോടതി അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. ഇനി കേവലം 3 ആഴ്ച സമയം മാത്രമാണ് അവശേഷിക്കുന്നത്. അതേസമയം കേസിൽ പിടിയിലായിട്ടുള്ള മറ്റൊരു പ്രതിയായിട്ടുള്ള മുരാരി ബാബുവിൻ്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കുകയാണ്. ശരി, CK അഭിലാലാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.